മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മൾ മാജിക് അവനിലൂടെ വളരെ നാടനായിട്ടുള്ള വിഭവങ്ങളും അതേസമയം വളരെ വ്യത്യസ്തമായ വലിയ മുന്തിയ ബേക്കറീസിലും അല്ലെങ്കിൽ 5-സ്റ്റാർ ഹോട്ടൽസിലും ഒക്കെ മാത്രം കിട്ടുന്ന ഡിസേർട്ട് ഐറ്റംസ് അല്ലെങ്കിൽ അതുപോലത്തെ പേസ്ട്രി വിഭവങ്ങളൊക്കെ തയ്യാറാക്കി നോക്കാറുണ്ട്. അപ്പോൾ അതിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ പരീക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. എന്തായാലും പേസ്ട്രീസ്, ഡിസേർട്ട്സ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം വീട്ടമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ. ഒരു പക്ഷേ നമ്മളൊരു കടയിൽ പോയി വാങ്ങാൻ പറ്റുന്ന കാര്യം നമ്മളിങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ, കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ്, കാഴ്ചയിൽ തന്നെ എന്തൊരു ഭംഗിയാണ്, അത് കഴിച്ചാൽ എന്ത് സ്വാദായിരിക്കും എന്നൊക്കെ തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം. അതൊരു പക്ഷേ നമ്മൾക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, നമ്മളുടെ വീട്ടിൽ നമ്മൾക്കതുപോലെ ചെയ്യാൻ പറ്റുമോ, അതിനൊക്കെ ഒരുപാട് പഠിക്കണ്ടേ എന്നൊക്കെ തോന്നാറില്ലേ ചിലപ്പോഴെങ്കിലും. അപ്പോൾ അങ്ങനെ തോന്നുന്ന വീട്ടമ്മമാരും ഉണ്ടാകാം. നമ്മൾക്കത് പറ്റില്ലായിരിക്കും, അത് എന്താ പറയുക, അത് അത്രയും ഭയങ്കര ഒരു കൂടിയൊരു സാധനമാണ്, അല്ലെങ്കിൽ അത് നമ്മളുടെ അതിൻ്റെ ട്രേഡ് എങ്ങനെയാണ്, അതിനെന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ തോന്നി വേണ്ട എന്ന് വിചാരിച്ച് മതിയാക്കുന്ന ഒരു രീതിയും ചിലപ്പോൾ കാണും. പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിച്ച് പിന്മാറേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് സാധ്യമായത് തന്നെയാണ്. ഒരല്പം ക്ഷമയും പിന്നെന്താ പറയുക, നമുക്ക് അധ്വാനിക്കാനുള്ളൊരു മനസ്സും അതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു എന്താ പറയുക, ആ ഒരു ജിജ്ഞാസ എന്ന് പറഞ്ഞൊരു കാര്യം, നമുക്കൊരു ത്വര ഉണ്ടാകണം, അത് അറിയാനായിട്ട് ഉള്ളൊരു ആകാംക്ഷ. ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ഏതൊരു കാര്യവും നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. നമ്മൾക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും പറ്റും. അത് പാചകത്തിൻ്റെ കാര്യത്തിലും അത് വളരെ അച്ചട്ടാണ്. കാര്യം നമ്മൾക്ക് പല കാര്യങ്ങളും നമ്മൾ ഒരു ഫസ്റ്റ് ടൈം കാണുമ്പോൾ നമ്മൾക്കത് ഭയങ്കര പാടായിട്ട് തോന്നും. പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം പരീക്ഷിച്ച് നോക്കുക, അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ 100% അത് സക്സസ് ആവണം എന്നില്ല, എങ്കിലും അടുത്ത പ്രാവശ്യം അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് സക്സസ്ഫുള്ളായിട്ട് വരും. അപ്പോൾ അതൊരു വലിയൊരു സന്തോഷമായിരിക്കും അന്നേരം. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ് എന്തിനാണെന്നറിയാം, നമ്മൾ ഒരുപാട് പേസ്ട്രി ഐറ്റംസ് കാണാറുണ്ട് പല കടകളിലും, മുന്തിയ കടകളിലൊക്കെ. അപ്പോൾ അത് നമ്മൾക്ക് വീട്ടിൽ അതുപോലത്തെ ചെറുതായിട്ടെങ്കിലും അത്രത്തോളം അല്ലെങ്കിൽ പോലും ഏകദേശം അല്ലെങ്കിൽ സംതിങ് സിമിലർ ഏതാണ്ട് അതുപോലത്തെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ സന്തോഷമല്ലേ. അപ്പം നമ്മൾ ഇന്നിവിടെ ഒരു പേസ്ട്രി ഐറ്റമാണ് ചെയ്യുന്നത്. ഇതൊരു ചോക്ലേറ്റ് കൊണ്ടുള്ളൊരു വിഭവമാണ്. ഇപ്പോൾ ചോക്ലേറ്റ് ഡിഷസ് പലതരം ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ചോക്ലേറ്റ് കൊണ്ട് പലതരം വിഭവങ്ങൾ തയ്യാറായി വരുന്നുമുണ്ട് കടകളിലൂടെയും. പിന്നെ എന്താ പറയുക, നമുക്ക് ചുറ്റും ചോക്ലേറ്റ്സിൻ്റെ ഒരു ലോകം തന്നെ ഇങ്ങനെ വളർന്ന് വലുതാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പണ്ടൊക്കെ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ മിൽക്ക് ചോക്ലേറ്റ്, ചോക്ലേറ്റ് ബാസ്, ചെറിയ എക്ലേസ്, അങ്ങനത്തെ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ മുട്ടായി എന്നുള്ള കോൺസെപ്റ്റാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ചോക്ലേറ്റ് കൊണ്ട് വ്യത്യസ്തമായ പേസ്ട്രി ഐറ്റംസ്, പലതരം കേക്കുകൾ, പലതരം സ്വീറ്റ്സ് ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതുപോലെ ചോക്ലേറ്റ് കൊണ്ടൊരു കപ്പ്, അതിനോടൊപ്പം ഒരു മൂസ്, ഇതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റിലാണ് നമ്മളിത് ചെയ്യുന്നത്. വൈറ്റ് ചോക്ലേറ്റ് കപ്പ് മൂസ് ആണ് നമ്മളുടെ ഐറ്റം. അപ്പോൾ ഒരു വെള്ള നിറത്തിലെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു കപ്പ് കേക്കിൻ്റെ കപ്പ് പോലൊരു കപ്പും അതിൻ്റെ ഉള്ളിലൊരു വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടുള്ളൊരു മൂസ് എന്ന് പറയുമ്പോൾ ഒരു പുഡിങ്ങാണ്, ഒരു ഡിസേർട്ട് ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാകും? വളരെ രസമല്ലേ, കാണാനാണെങ്കിൽ എന്തൊരു ഭംഗിയായിരിക്കും എന്നറിയാം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ഒരു പാടുമില്ല. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൈറ്റ് ചോക്ലേറ്റ് 250 ഗ്രാം ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. മൂസിന് വേണ്ട ചേരുവകൾ: വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് 1 കപ്പ്, വിപ്പിംഗ് ക്രീം 1 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ, ഫ്രഷ് ക്രീം 1 കപ്പ്, ജെലറ്റിൻ 1 ടീസ്പൂൺ, തണുത്ത വെള്ളം 1 ടേബിൾ സ്പൂൺ. പിന്നെ ഗാർണിഷിന് വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ്. ഇപ്പോൾ ജെലറ്റിൻ 1 ടീസ്പൂൺ. ആദ്യമേ തന്നെ 1 ടേബിൾ സ്പൂൺ ഐസ് വാട്ടർ, നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വയ്ക്കാം. വെച്ചു. അപ്പോൾ കുതിർന്നിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അതൊന്ന് അലിയിച്ചെടുക്കും. അപ്പോൾ തൽക്കാലം ഇത് കുതിർന്നിരിക്കട്ടെ. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് മറ്റൊരു പാത്രം വെച്ചിട്ട് നമ്മൾ അടിയിൽ നിന്നുള്ള ആ ഒരു ചൂട് കൊണ്ട്, സ്റ്റീം കൊണ്ടാണ് നമ്മളുടെ ചോക്ലേറ്റ് ഒന്ന് ഉരുക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം. അപ്പോൾ താഴത്തെ വെള്ളം ഒന്ന് നന്നായിട്ട് തിള വരണം. അന്നേരം നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ പകുതി ഭാഗം ആദ്യം ഇടും. അപ്പോൾ അതൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമ്മളിത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കി ചോക്ലേറ്റും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നല്ല എന്താ പറയുക, അത് അലിഞ്ഞ് ഒരു ലിക്വിഡ് ഫോമിലേക്ക് മാറും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളത് ചോക്ലേറ്റ് കപ്പാക്കി മാറ്റുന്നത്. ചോക്ലേറ്റ് കപ്പാക്കാനായിട്ട് ഞാൻ കുറച്ച് പേപ്പർ കപ്സ്, സിലിക്കോണിൻ്റെ കപ്സ് ആണെങ്കിലും വളരെ നല്ലതാണ്. സിലിക്കോൺ ആകുമ്പോൾ ഡീമോൾഡ് ചെയ്യാൻ എളുപ്പമാണ്. അതല്ല, ഇപ്പോൾ എല്ലാവർക്കും സിലിക്കോണിൻ്റെ കപ്സ് ഉണ്ടാവണമെന്നില്ലല്ലോ. പേപ്പർ കപ്പ് ആകുമ്പോൾ എവിടെയും വാങ്ങിക്കാൻ കിട്ടും, കപ്പ് കേക്കിൻ്റെ പേപ്പർ കപ്പ്. അപ്പോൾ പേപ്പർ കപ്പാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. പക്ഷേ ഒരു സിംഗിൾ കപ്പായിട്ടല്ല, 2 കപ്പ്, അതായത് 2 കപ്പ്. ഇതിപ്പോൾ കുറച്ച് കട്ടി വേണം, അത് കാരണം നമ്മൾ 2 കപ്പിന് ഒന്നിച്ച് വെക്കുന്നു. ഇപ്പോൾ താഴത്തെ വെള്ളം ഒരു ബോയിലിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട്
ഓൾമോസ്റ്റ് ഇത്രയും ചോക്ലേറ്റ് ഇടാം. എടുത്ത് വെച്ചിരിക്കുന്ന 250 ഗ്രാം ചോക്ലേറ്റാണ്. അതിൻ്റെ പകുതി കൂടുതൽ ഞാനിപ്പോൾ ചേർത്തു. ഇനി ഇതിങ്ങനെ ചെറുതായിട്ട് മെൽറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്മൾ തടി കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ തീ ഒരല്പം കുറച്ച് കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചോക്ലേറ്റ് ഈ രീതിയിൽ മെൽറ്റ് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ആവി പുറത്തേക്ക് പോകാൻ പാടില്ല. എല്ലാം താഴ്ന്ന് ഇതിനകത്തേക്ക് തന്നെ വേണം. ഒരു പക്ഷേ ഇച്ചിരി ഗ്യാപ്പുള്ള പാത്രമാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഒരു ടവലോ നല്ലൊരു ക്ലോത്തോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഒട്ടും തന്നെ ആവി ഉള്ളിലേക്ക് പോകില്ല. അപ്പോൾ ഇത് വെള്ളവുമായിട്ട് ഡയറക്റ്റ് ബന്ധം പാടില്ല, നേരിട്ട് ബന്ധം പാടില്ല. ചോക്ലേറ്റിൻ്റെ ടെമ്പറിങ്ങിനത് നല്ലതല്ല. ചെറുതായിട്ട് മെൽറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നോക്കൂ, അതിൻ്റെ കളറ് ഇങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ ടെക്സ്ചർ മാറുന്നതുണ്ടോ? കണ്ടല്ലോ, ലൂസായി തുടങ്ങി. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇത് അടുപ്പിൽ നിന്നും മാറ്റിയിട്ട് ബാക്കി ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ടെമ്പറേച്ചറായിട്ട് വരിക. കറക്റ്റ് ടെമ്പറിങ് ആണ്, അതിൻ്റെ ഒരു പാകം കറക്റ്റാകും. ഇങ്ങനെ ലൂസായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നും നമ്മൾ കുറേശ്ശെ ഒരു 2 കപ്പ് ചേർത്താണ് ഞാൻ വച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് ആദ്യം ഒരല്പം ഒഴിക്കും. എന്നിട്ടൊരു ബ്രഷും ഉണ്ട്, ഒരു സാധാരണ ഒരു പെയിൻറ്റിങ് ബ്രഷ് ആയാലും മതി. ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുക. തേച്ച് പിടിപ്പിക്കുവാണ്. എന്നിട്ടിതിവിടെ വയ്ക്കാം. ഇങ്ങനെ എല്ലാ കപ്പിലും ഇതുപോലെ നമ്മൾ എല്ലാം ഡബിൾ കപ്പാണ്, 2 കപ്പ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്നിനകത്ത് ഒന്നുണ്ട്. വീണ്ടും അടുത്തൊരു കപ്പ് എടുക്കാം. അങ്ങനെ മെൽറ്റഡ് ചോക്ലേറ്റ് നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഇത്രയും മതിയെന്ന്. പോരാ, ഇത് ഫസ്റ്റ് ലെയറാണ്. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുന്നു, ഒന്ന് സെറ്റാകാൻ. അത് കഴിഞ്ഞ് വീണ്ടും അത് പുറത്തേക്ക് എടുത്തിട്ട് ഇപ്പം ചെയ്ത അതേ പ്രോസസ്സ് ഒന്നുകൂടി നമ്മൾ ആവർത്തിക്കുന്നു. അപ്പോൾ ഒന്ന് സെറ്റായിരിക്കും. ഇതിൻ്റെ മുകളിൽ കൂടി ഒരു സെക്കൻഡ് ലെയറും കൂടി ഇതുപോലെ തേച്ച് പിടിപ്പിക്കും. എന്നാലേ അതിനൊരു ഉറപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയിരിക്കുന്നതും കൂടി ഞാനൊന്ന് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു. നമ്മുടെ ഫസ്റ്റ് ലെയർ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അകത്തെല്ലാം നല്ലതായിട്ട് ഉറച്ചു കഴിഞ്ഞു. പക്ഷേ ഇത് പോരാ, നമുക്കിതിനെ കുറച്ചുകൂടി കട്ടിയുള്ളൊരു ലെയർ ഉണ്ടാക്കണം. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ചോക്ലേറ്റ് ഇട്ടിട്ട്, മെൽറ്റഡ് ചോക്ലേറ്റ് വീണ്ടും ഒന്ന് ഇങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഉറപ്പുള്ളൊരു ചോക്ലേറ്റ് കപ്പായിട്ട് വരും. ഇനി ഇപ്പം ഇങ്ങനെ നമ്മൾ ആക്കിയല്ലോ, അത് കഴിച്ചിട്ട് നമ്മളിത് തിരിച്ച് വയ്ക്കാം അപ്സൈഡ് ഡൗൺ ആയിട്ട്. അപ്പോൾ ഈ ഭാഗത്തേക്ക് കൂടുതൽ വരും. ഇപ്പം നടുക്ക് എല്ലാം ഇങ്ങനെ വെച്ചിരുന്ന സമയത്ത് ചോക്ലേറ്റ് എല്ലാം നടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ സെൻറ്റർ ചെയ്ത് വന്നു. അപ്പോൾ സൈഡ്സ് കുറവാണ്. പക്ഷേ ഇനി ഇത് വെക്കുമ്പോൾ തിരിച്ച് വയ്ക്കാം. അപ്പോൾ ഈ സൈഡ്സിനും കുറച്ചുകൂടി കട്ടിയിൽ കിട്ടും. സൈഡ്സിലേക്ക് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇനി വീണ്ടും നമ്മളിത് തിരിച്ച് വയ്ക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ഫ്രിഡ്ജിനകത്തേക്ക് വെക്കുന്നു. ഒരു 5 മുതൽ 10 മിനിറ്റ് സമയം മതി, സെറ്റായി വരും. അത് കഴിഞ്ഞിട്ട് ഇത് പുറത്തേക്ക് എടുക്കും. അപ്പോൾ നമ്മളുടെ പേപ്പർ കപ്സിനകത്തിരുന്ന നമ്മളുടെ ചോക്ലേറ്റ് കപ്സ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് പോലും എടുത്തില്ല അത് സെറ്റാകാൻ, സെക്കൻഡ് ലൈൻ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മളുടെ ഫസ്റ്റ് ലെയർ ഓഫ് കപ്പ് മാറ്റി. അപ്പോൾ 2 കപ്പ് വെച്ചാണല്ലോ വെച്ചിരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതായത് ഒരു ചെറിയ ഒരു സൂചി വെച്ചിട്ട് വളരെ മൈന്യൂട്ടായിട്ട് ഇച്ചിരി ഒരു ഹെൽപ്പോട് കൂടി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി തുടങ്ങണം. എന്നിട്ട് വളരെ ശ്രദ്ധാപൂർവം ഇങ്ങനെ അതിനെ ഒന്ന് മുറിച്ചെടുക്കുക. ഡീമോൾഡിങ്, ആ പേപ്പർ കീറി കളയുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. എളുപ്പത്തിൽ തന്നെ നമുക്കത് എടുക്കാൻ സാധിക്കും. വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. നമ്മുടെ കപ്പിനൊന്നും സംഭവിക്കരുത്, ആ രീതിയിൽ എടുക്കുക. ചോക്ലേറ്റിൻ്റെ കപ്പ് നമ്മൾ ആ പേപ്പർ കേസിൽ നിന്നും മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിലാണ്, കണ്ടല്ലോ. അങ്ങനെ നമ്മളുടെ
വൈറ്റ് ചോക്ലേറ്റ് കപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ശരിക്കും ഒരു കപ്പ് കേക്കിൻ്റെ മോൾഡിൽ ആ മോൾഡ് പോലെ തന്നെ ഇരിക്കുന്നില്ലേ, ഇതിനകത്തിന് എന്ത് വേണമെങ്കിലും വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വൈറ്റ് ചോക്ലേറ്റിൻ്റെ തന്നെ മൂസ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ മൂസ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പോണേ ഉള്ളൂ. അപ്പോൾ ഇത് കംപ്ലീറ്റ് എല്ലാ നമ്മുടെ വൈറ്റ് കപ്സും ചോക്ലേറ്റ് കപ്സും നമ്മളൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പോകണം. എല്ലാ പേപ്പർ കപ്സിൻ്റെ അകത്തുനിന്നും മാറ്റാൻ പോകുന്നു. എട്ടെണ്ണമാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ 8 കപ്സ് നമുക്കിങ്ങനെ പേപ്പറിൽ നിന്നും മാറ്റാം. അങ്ങനെ നമ്മളുടെ വൈറ്റ് ചോക്ലേറ്റ് കപ്സ് എല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. 8 കപ്പാണ് ഞാനിവിടെ തയ്യാറാക്കിയത്. നമ്മൾ 250 grams ഓഫ് വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്ത്, 250 ഗ്രാം. അപ്പോൾ 500 ഗ്രാം ഉണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 17 മാക്സിമം, എന്നാലും 16 എന്ന് വയ്ക്കാം, 16 കപ്സ് ഉണ്ടാക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യണേ, വൈറ്റ് ചോക്ലേറ്റ് മൂസ് ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് തന്നെയാണ് ഉപയോഗിക്കുക. ഇനി വൈറ്റ് ചോക്ലേറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് മൂസ് ആവാമല്ലോ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു അതിൻ്റെ സെയിം മെത്തേഡ് ഉപയോഗിക്കുക, അതേ രീതിയിൽ ചെയ്യുക. ചോക്ലേറ്റിൻ്റെ ഒരു വെറൈറ്റി മാത്രം മാറ്റുക. വൈറ്റ് ചോക്ലേറ്റിന് പകരം ഡാർക്ക് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റോ ഉപയോഗിക്കുക. അപ്പോൾ ഇതിനാദ്യം വേണ്ടത് ഏതാണ്ടൊരു, അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്ത 250-ൻ്റെ നേരെ പകുതിയാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇത് ഒരു 125 ഗ്രാം വരെ, ഏകദേശം 1 കപ്പോളം വൈറ്റ് ചോക്ലേറ്റ്. അത് ഗ്രേറ്റ് ചെയ്തും എടുക്കാം, അല്ലെങ്കിൽ ചെറിയ പീസസ് ആയിട്ട് മുറിക്കുകയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും. ഇനി ഒരു 3/4 മുതൽ 1 കപ്പ് വരെ ഫ്രഷ് ക്രീം ആകാം. ഏകദേശം ഒരു 1 കപ്പ് അടുപ്പിച്ചുണ്ട്. ഒരു 3/4 കപ്പ് ഫ്രഷ് ക്രീം അത് ഒന്ന് ചൂടാക്കണം. അപ്പോൾ തിളയ്ക്കുന്ന പോലെ ഏകദേശം ചൂടായി നല്ലൊരു പത വരുന്ന ഒരു രീതി. അപ്പോൾ ചെറിയ തീയിലിടുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇതിപ്പോൾ നല്ല ചൂടായി, ഏതാണ്ട് 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ആകാമെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഏകദേശം തിളയ്ക്കുന്ന പോയിൻ്റ് എത്തിക്കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ചോക്ലേറ്റിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഫ്രഷ് ക്രീമാണ്, വിപ്പിംഗ് ക്രീം അല്ല ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇത് ഫ്രഷ് ക്രീം, നമ്മൾ കുക്കിങ്ങിനൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കുക്കിംഗ് ക്രീമാണ് ഇത്, ഫ്രഷ് ക്രീം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, അതിലിങ്ങനെ മുങ്ങിയിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് മാറും, ലൂസായിട്ട് വരും. അപ്പോൾ 2 മിനിറ്റ് സമയം കഴിഞ്ഞു. നമ്മളിനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇനി ഇതേ അടുപ്പിലേക്ക് ഒരല്പം വെള്ളം വെച്ചിട്ട് നമ്മൾ ജലറ്റിൻ കുതിർന്നിരിക്കുകയാണ്. 1 ടീസ്പൂൺ ജലറ്റിൻ, 1 ടേബിൾ സ്പൂൺ ഐസ് വാട്ടർ ഇതിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം ചൂടാകട്ടെ. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഈ ജലറ്റിൻ ഉരുക്കിയെടുക്കും. അപ്പോൾ ഈ ചൂടുവെള്ളത്തിലേക്ക് ഞാൻ കുതിർന്ന ജലാറ്റിൻ ഇറക്കി വയ്ക്കുകയാണ്. പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും. തീ ഓഫ് ചെയ്യാം. റെഡിയായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ മെൽറ്റഡ് ജലാറ്റിൻ നല്ല തേൻ പോലെ ലൂസായിട്ട് വന്നു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ ഗനാഷ് പോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്, അത് വൈറ്റ് ചോക്ലേറ്റ് ഒരു 125 ഗ്രാം, അതായത് ഏകദേശം 1 കപ്പ് ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തത്. അതിനകത്തേക്ക് ഒരു 3/4 മുതൽ 1 കപ്പ് വരെ ഫ്രഷ് ക്രീം ചൂടാക്കി ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്കാണ് 1 ടീസ്പൂൺ ജലാറ്റിൻ, 1 ടേബിൾ സ്പൂൺ ഐസ് വാട്ടറിൽ കുതിർത്ത് ഇപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് ഉരുക്കിയെടുത്തതും കൂടി ചേർക്കും. അതും നന്നായിട്ട് യോജിപ്പിക്കും. ഇതെല്ലാം കൂടി യോജിച്ചൊരു സൈഡിലിരിക്കട്ടെ. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 1 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ആകാം വിപ്പിംഗ് ക്രീം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം.
പതഞ്ഞ് ഫോമി ആയിട്ട് വരണം, നല്ല ഇങ്ങനെ പൊങ്ങി വരണം. അതാണ് അതിൻ്റെ ആ മൂസിൻ്റെ ഒരു ടെക്സ്ചർ. ഈ വിപ്പിംഗ് ക്രീം എത്രത്തോളം നമ്മൾ പതയ്ക്കുന്നു അതനുസരിച്ചിട്ട് ഉണ്ടാവും. നല്ലതായിട്ട് വിപ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം. താഴെ വീഴാത്ത രീതിയിലുള്ളൊരു വിപ്റ്റ് നല്ല ഫോമി ആയിട്ട്. ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ചോക്ലേറ്റ് ഗനാഷ്, വൈറ്റ് ചോക്ലേറ്റ് വിത്ത് ഫ്രഷ് ക്രീം. അതും കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്ത് കൊടുക്കുക, പതപ്പിക്കുക, നന്നായിട്ട് യോജിപ്പിക്കുക. അന്നേരമല്ലേ നമ്മുടെ ഇതെന്താവുന്നത്, നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് മൂസ് ആവുള്ളൂ. ഈ വൈറ്റ് ചോക്ലേറ്റിൻ്റെ മിശ്രിതം ഇതിൽ ചേർത്ത് ഇതിനൊരു ശകലം വാനില എസൻസ് മാത്രമേ ചേർക്കാനുള്ളൂ. അപ്പോൾ നമ്മളുടെ മൂസിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കും. വീണ്ടും ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. അങ്ങനെ വൈറ്റ് ചോക്ലേറ്റ് മൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് നല്ലതായിട്ട് എന്താ പറയുക, നല്ല മൂസ് പോലെ അല്ല പതഞ്ഞിങ്ങനെ ഈ ഒരു ഫ്ലഫി ആയിട്ട് വന്നു കഴിഞ്ഞു. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതിൽ ജലറ്റിൻ്റെ അംശമുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് സെറ്റായിരിക്കും. അപ്പോൾ നമുക്കിത് സെറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ കപ്സിനകത്ത് നിറയ്ക്കാം. അപ്പോൾ നമ്മളുടെ വൈറ്റ് ചോക്ലേറ്റ് കപ്സ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഐറ്റത്തിൻ്റെ പേര് എന്താണ്, വൈറ്റ് ചോക്ലേറ്റ് കപ്പ് മൂസ്. അപ്പോൾ ഇതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ഈ മൂസാണ് നിറയ്ക്കാൻ പോകുന്നത്. അപ്പം നമ്മളുടെ മൂസ് ഒരു പൈപ്പിംഗ് ബാഗിനകത്തേക്ക് ഞാൻ ഇട്ടിട്ട് വലിയൊരു നോസിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കൂടി ഇതിനകത്തേക്ക് പൈപ്പ് ചെയ്ത് നമുക്ക് വയ്ക്കാം. ബാഗിനകത്തേക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് നിറച്ചായിക്കോട്ടെ. അപ്പോൾ ഇതിന് തീരുന്നതിനനുസരിച്ച് നമുക്ക് മൂസ് ഫില്ല് ചെയ്യാം. നമ്മുടെ ആവശ്യത്തിന് മൂസുണ്ട്, കുഴപ്പമില്ല. ഇത് ഫില്ല് ചെയ്തിട്ട് ബാക്കി വരുന്ന മൂസ് നമുക്കത് മൂസായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ നിറച്ച് മൂസ് വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ 8 കപ്സും ഫില്ലായി. ഇനി ഇതിൻ്റെ മേളിൽ ഒരു അലങ്കാരം കൂടി വേണമെങ്കിൽ ആവാം. ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഡിസൈൻ വേണമെങ്കിൽ കൊടുക്കാം. ഇത് തൽക്കാലം നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾക്കിനി ലാസ്റ്റ് അലങ്കാരം എന്താണ്, ഒരു കോൺട്രാസ്റ്റ് ആയിക്കോട്ടെ അല്ലേ. ഇത് എല്ലാം വൈറ്റ് ചോക്ലേറ്റാണ്. വൈറ്റ് ചോക്ലേറ്റ് കപ്പ്, വൈറ്റ് ചോക്ലേറ്റ് മൂസ് ആണ് അതിൻ്റെ ഫില്ലിങ്. പിന്നെന്താ വേണ്ട, അപ്പോൾ അതുകൊണ്ട് ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ടോപ്പിങ് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആകാം. ഞാൻ ഈ ഒരു ഷേപ്പിലൊക്കെ ഒന്ന് അലങ്കാരത്തിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. നമുക്കിങ്ങനെ ഒരു പീസ് വയ്ക്കാം. അതിനോടൊപ്പം ഭംഗിയുണ്ടാവും അല്ലേ. ഒരു വൈറ്റിന് ഒരു കോൺട്രാസ്റ്റ്, ഒരു ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ഒരു കോൺട്രാസ്റ്റ് കൊടുക്കും. അങ്ങനെ നമ്മുടെ എല്ലാ വൈറ്റ് ചോക്ലേറ്റ് കപ്പ് വിത്ത് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് മൂസ്, 2 കൊമ്പോടുകൂടി റാബിറ്റിനെ പോലെ ഇരിക്കുവാണ്. ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടൊരു അലങ്കാരമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്.
ഇനി ഇതിൻ്റെ കൂടെ കുറച്ചുകൂടി ഭംഗിയായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും അവൈലബിൾ അല്ല, ചില സ്ഥലങ്ങളിൽ കിട്ടും. ഇപ്പോൾ നമുക്ക് റാസ്ബെറീസ്, ഫ്രഷ് റാസ്ബെറീസ് ഒക്കെ വേണമെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വെക്കാം. ചെറിയ ബെറീസ് അല്ല, അങ്ങനെ ഒരു കോൺട്രാസ്റ്റ്, ഒരു ഓറഞ്ച്, ഒരു റെഡിഷ്, ഒരു പിങ്ക് കളറും കൂടി കൊടുക്കുകയാണെങ്കിൽ കുറേ കൂടി ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ബ്ലൂബെറി ആകാം, ഫ്രഷ് ആണെങ്കിൽ നല്ലത്. ഫ്രഷ് ബ്ലൂബെറീസ് ഓർ ഫ്രഷ് റാസ്ബെറീസ് ഒക്കെ വെച്ചിട്ട് ചെറിയ 2-3 എണ്ണമൊക്കെ വെക്കുകയാണെങ്കിൽ അതും ഒരു ഭംഗിയാണ്. ഇപ്പോൾ എന്തായാലും നമ്മൾ അത്ര മോശമില്ലാത്ത രീതിയിൽ നമ്മളൊന്ന് അലങ്കരിച്ചിട്ടൊരു കോൺട്രാസ്റ്റ് ആയിട്ട്. അപ്പോൾ നമ്മളുടെ വൈറ്റ് ചോക്ലേറ്റ് കപ്പ് മൂസ് വിത്ത് ഡാർക്ക് ചോക്ലേറ്റ് ഗാർണിഷ്, അതാണ് നമ്മളുടെ ഇന്നത്തെ തീം. മനസ്സിലായല്ലോ? ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ പേസ്ട്രിയാണ്. ഇത് ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാം. വളരെ സിമ്പിൾ, ഏറ്റവും ലളിതമായ രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും പാർട്ടീസൊക്കെ നടത്തുകയാണെങ്കിൽ അത് ഒരു പ്രധാനമായിട്ടായിട്ട് നമുക്ക് ഡെസേർട്ടിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ വിഭവങ്ങൾ നമുക്ക് 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ കാണാൻ സാധിക്കും. ഒരു ബുഫേയിൽ പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റ് കുറേ ഭംഗിയുള്ള സാധനങ്ങളുണ്ടാവും. നമുക്ക് വീട്ടിൽ അത്രയും വലിയൊരു ബുഫേ അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു 2-3 കാര്യങ്ങൾ വയ്ക്കാം. ആ കൂട്ടത്തിൽ ഇതും വയ്ക്കാം. കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഭയങ്കര ഇഷ്ടമായി. കാര്യം വൈറ്റ് ചോക്ലേറ്റാണ്, ഇത് മുഴുവൻ ചോക്ലേറ്റാണ്, ചോക്ലേറ്റിൻ്റെ ഒരു പേസ്ട്രിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.